ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പോളൻ മലയാളി. ഞാനിന്ന് വ്രോക്ലോ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ചരിത്രമൊക്കെ ഉറങ്ങുന്ന മണ്ണാണ്. പക്ഷേ ചരിത്രമൊന്നും ആരും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവർ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ ഈ വ്രോക്ലോ എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇതിവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. വ്രോക്ലോ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ. കണ്ടില്ലേ, നല്ല മഞ്ഞ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒത്തിരി പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരുപാട് പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നല്ല തിരക്കാണ്. ഞാനിവിടെയാണ് വന്ന് ഇറങ്ങിയത്. ട്രാം കിടക്കുന്നുണ്ട്, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളെ നാട്ടിൽ കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിലൊക്കെ ഇതുപോലുള്ള ട്രാമുകൾ കാണാം. പക്ഷേ ഇത്രയും വൃത്തിയും ഭംഗിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കൊൽക്കത്തയിലൊക്കെ ഉള്ള ട്രാമുകൾക്ക്. നമ്മളെ നാട്ടിലും ഇതുപോലുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാ, അതൊക്കെ നമുക്ക് സ്വപ്നം കാണാം. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ. അതാണ്ട ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ നദിയൊക്കെ കണ്ട്. നദി ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ആ റോഡിനോട് പറ്റി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി, കൊള്ളാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി. മരത്തിലെ ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുക, തണുപ്പായതുകൊണ്ടേ. കിടിലൊരു പള്ളി, എന്ത് രസമുണ്ട് കാണാൻ. ഈ ഒരു മാതൃകയിൽ നമ്മളെ നാട്ടിൽ നമ്മൾ പള്ളികളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴെന്നല്ല, പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പള്ളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇപ്പം പുതിയ രീതിയിൽ പള്ളികളൊക്കെ പുതുക്കി പണിയുമ്പോൾ ഈ യൂറോപ്യൻ സ്റ്റൈലൊക്കെ തന്നെയാണ് എല്ലാവരും പള്ളിയൊക്കെ പണിയുന്നത്. കൊള്ളാം കേട്ടോ, എന്ത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നോക്കുക, ഒരു അഴുക്ക് പോലും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലാണ് നമ്മൾ ഈ ലോകം മൊത്തം കണ്ടിട്ടുള്ളത്. 90% ആളുകൾ നമ്മൾ ഈ സഞ്ചാരം പരിപാടി ഉള്ളത് കൊണ്ടാണ് ശരിക്കും അദ്ദേഹം ഒരു എന്താ പറയുന്നത്, നമ്മളെപ്പോലുള്ള ആളുകളെയൊക്കെ, സാധാരണക്കാരായ ആളുകളെയൊക്കെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കണ്ടിട്ടാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ യൂറോപ്പിൽ പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകണമെന്നുള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനം ഉണ്ടായത്. എന്തായാലും സന്തോഷ് സാറിനൊരു ബിഗ് സല്യൂട്ട്. വലിയ സിറ്റിയാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, വണ്ടിയൊക്കെ ചുമ്മാ പാർക്ക് ചെയ്ത ആൾക്കാരൊക്കെ. തണുപ്പായതുകൊണ്ടായിരിക്കും ആൾക്കാരെ അധികം പുറത്ത് കാണാത്തത്. നല്ല തണുപ്പാണ് കേട്ടോ, ഒന്നും പറയണ്ട. മഞ്ഞില്ലെന്നേ ഉള്ളൂ, മഞ്ഞ് വീഴ്ച ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ നാക്ക് പോലും ശരിക്കും അങ്ങോട്ട് വഴങ്ങുന്നില്ല. റോഡിലും കാര്യങ്ങളൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് ആ ബിൽഡിങ്ങും ഒക്കെ എന്ത് രസമുണ്ട് കാണാൻ, അടിപൊളി. കളറൊക്കെ കണ്ടോ, പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നു. ശരിക്കും യൂറോപ്പൊക്കെ നമ്മളെ മനസ്സിൽ വരുമ്പോൾ ഇതുപോലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും. എന്നാൽ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ കളർ കണ്ടോ, ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ് കേട്ടോ. ഈ സർക്കാരിൻ്റെ അണ്ടറിലുള്ള ബിൽഡിങ്ങൊക്കെയാണ് ഈ ടൈപ്പ് കളർ വരുന്നത്. ഇതിന് ആ കട്ടയുടെ കളറാണ് ശരിക്കും. ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അറിയത്തില്ല, അത് ഇവിടുത്തെ കട്ടയുടെ കളർ അങ്ങനെയാണോ എന്നും അറിയത്തില്ല. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്.
ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഈ തണുപ്പാകുമ്പോൾ പെട്ടെന്നങ്ങ് ഇവിടെ അങ്ങ് നൈറ്റ് ആവും, ഒന്നും പറയണ്ട. അതേ കണക്ക് തന്നെയാണ് ചൂട് സമയത്ത്. രാത്രി 9 മണി 9:30 ആയിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അത്. ഇവിടെ നല്ല യൂറോപ്പിലെല്ലായിടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ചൂട് സമയങ്ങളിൽ 9:30 10 മണിയൊക്കെ ആയാലും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. വേണ്ട, നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് വ്രോക്ലോ ഗ്ലോണി. രാത്രി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. വ്രോക്ലോ ഗ്ലോണി ഇത് കണ്ടിട്ട് ഏതോ ഗൾഫിലെ ചില പാലസൊക്കെ ഇല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഗൾഫിലെ ചില അറബികളുടെ കൊട്ടാരങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു ഫീല് തോന്നും. ആളുകളൊക്കെ ക്രോസ് ചെയ്ത് വരുന്നുണ്ടോ, നല്ല രസമുണ്ട്. പെട്ടി നോക്കി പിടിച്ചിങ്ങനെ നടന്നു പോകുന്നതാണ്. എല്ലാവരും നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമെന്ന് തോന്നുന്നു. ഒരു ട്രാം താണ്ട പോകുന്നു. രാത്രി ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറി തിരിച്ച് പോകാൻ വേണ്ടിയിട്ടേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടും അവർ ഈ ലൈറ്റും കാര്യങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല. അത് ഇനിയൊരു കുറച്ച് നാളത്തേക്ക് ഇത് കാണും. പെട്ടെന്ന് എടുത്ത് മാറ്റത്തേന്നൊരു, നമ്മുടെ നാട്ടിലും ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ കുറേ നാൾ ഇട്ടേക്കുമല്ലോ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ. പട്ടിയും കൊണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വ്രോക്ലോ നഗരത്തിൻ്റെ വീഡിയോ ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ലൈക്കും ഷെയറും ഒന്നും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.